നട്ട്സൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടും മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല. ഈ മഴയത്ത് നമ്മൾ സൺഡേ മാർക്കറ്റിൽ കയറി പർച്ചേസ് ചെയ്ത് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വിശന്ന് പൊരിഞ്ഞിരുന്നപ്പോൾ തനിനാടൻ മലയാളി ഫുഡ് കിട്ടുന്ന കട സെർച്ച് ചെയ്തപ്പോൾ ഹോട്ടൽ നിജീനയുടെ തന്നെ സെയിം ബിൽഡിങ്ങിൽ മലയാളി ഹോട്ടൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രീനഗറിൽ വന്നാൽ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണം. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട പൊറോട്ടയും പൂത്തും ബിരിയാണിയും ഗീ റൈസൊക്കെ ഓർഡർ ചെയ്ത് ചൂടോടുകൂടി തന്നെ കഴിച്ചു. നനഞ്ഞു കുളിച്ചിരുന്നപ്പോൾ ഇത് കിട്ടിയപ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നി. ഇനി അങ്ങോട്ട് 3 ദിവസവും നമ്മൾ താമസിക്കുന്നത് ശ്രീനഗറിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ്. നല്ല കാമാൻ കോയായിട്ടുള്ള റൂം, വൃത്തിയുള്ള റൂം. അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ ഡൈനിങ് റൂം എനിക്കെപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് 3 ദിവസം ഫുഡ് കഴിച്ച സ്ഥലം. അന്ന് രാത്രി നമുക്ക് റൈസും ദാലും അതുപോലെ തന്നെ സാഗ്, ഹൽവ ഒക്കെ ആയിരുന്നു കഴിക്കാൻ. എല്ലാവരും കൂടെ കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ റൂമിൽ വന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, ഗെയിംസ് കളിച്ചു. ശിവയും ജാനിയും ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഗെയിംസും കളിയും അതുപോലെ തന്നെ അവർ കുറേ ഗ്യാപ്പിട്ടാണ് കാണുന്നതെങ്കിൽ പോലും അവർക്കങ്ങനെ ഒരു പരിചയക്കുറവൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത്ര രസമായിട്ടാണ് രണ്ടുപേരും കൂടെ കളിക്കണ കാണാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ തവണ പിണക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും. പക്ഷേ ഈ ഹാപ്പിനെസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നാളെ യാത്ര തുടരണം. ഗുൽമാർഗിൽ പോയി മഞ്ഞ് വരാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ വീഡിയോ കാണണം.